ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം? എല്ലാവർക്കും സുഖം തന്നെയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചില സമയത്ത് നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിലും മീൻസ് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നമുക്ക് വേറെ ഒന്നുമില്ലെങ്കിലും നമുക്ക് ചില സമയത്ത് ഒരു ചമ്മന്തി മതിയാവും നമുക്ക് നല്ലോണം ചോറിനാൻ വേണ്ടിയിട്ടല്ലേ. എനിക്കൊക്കെ അങ്ങനെയാണ് കേട്ടോ. പ്രത്യേകിച്ച് പനിയൊക്കെ പിടിച്ചിരിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ലേശം ചമ്മന്തി ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കി, ഭയങ്കര ടേസ്റ്റാണല്ലേ. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചമ്മന്തി കേട്ടോ. അത് ചോറിൻ്റെ കൂടെ നമ്മൾക്ക് ചമ്മന്തി ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും നമുക്ക് ചോറുണ്ണാൻ വേണ്ടി പറ്റും. പ്രത്യേകിച്ച് ഈ ഒരു ചമ്മന്തി കേട്ടോ, ഭയങ്കര ടേസ്റ്റാണിത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഒരു ചീഞ്ചട്ടി എടുക്കുക. ചീഞ്ചട്ടിക്കകത്തോട്ട് ലേശം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ ചെറുള്ളി ഞാനിപ്പോൾ ഒരു 5-6 എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വേണ്ട അളവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇത്രയാണ് എടുത്തേക്കുന്നത്. അത് അതിലേക്കിട്ടു. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മുടെ വറ്റൽ മുളകില്ലേ അത് അതിലേക്കിട്ട് അതും നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് പുളിയും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പുളി ഇട്ടിട്ട് നല്ലോണം അത് വഴറ്റി അതെടുത്ത് മാറ്റിയിട്ടോ. എന്നിട്ട് പിന്നെ നമ്മളൊരു മിക്സിയുടെ ജാർ എടുക്കുക. മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം നമ്മൾ ഇടുക. ഇപ്പോൾ ഈ വഴറ്റി വെച്ചേക്കണതില്ലേ അതെല്ലാം നമ്മൾ ഈ മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക. പുളി ഞാൻ ഇതിലേക്ക് ഇട്ടില്ല, കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനെടുത്ത പുളിക്കകത്ത് കുരുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടില്ല. നിങ്ങൾ യൂസ് ചെയ്യുന്ന പുളിയിൽ ഇപ്പോൾ കുരുമില്ലാത്ത പുളിയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഇതിലേക്ക് ഇടാം കേട്ടോ. എൻ്റെ പുളിക്കകത്ത് കുരു ഉള്ളതുകൊണ്ട് ഞാനത് ഇട്ടില്ല. ബാക്കി നമ്മുടെ ഉള്ളിയും വറ്റൽമുളകും പിന്നെ ഉപ്പ്, ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മൾ അത് നന്നായിട്ടൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കുക കേട്ടോ. എന്നിട്ട് പിന്നെ ഞാനതൊരു ബൗളിലേക്ക് മാറ്റിയിട്ട് നമ്മുടെ പുളിയും അതിലേക്കിട്ട് കുറച്ച് വെളിച്ചെണ്ണയില്ലേ പച്ച വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്തിട്ട് നല്ലോണം അതിങ്ങനെ ഞെരടി കുഴച്ചെടുക്കുക കേട്ടോ. ഭയങ്കര ടേസ്റ്റാണിത്. നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി പറ്റണം. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കഴിക്കാം, ദോശയുടെ കൂടെ കഴിക്കാം, ഇഡ്ഡലിയുടെ കൂടെ കഴിക്കാം. ബെസ്റ്റാണ്. ഞാൻ ചോറിൻ്റെ കൂടെ ആട്ടോ അത് കഴിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചോറ് നല്ലോണം പോകും കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും എന്തായാലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. ബൈ.